നമസ്കാരം, എല്ലാവർക്കും പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഹൊറർ സ്റ്റോറിയാണ്. 3 എപ്പിസോഡുകളിലാക്കിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞു തീരുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് ആ മുറിയിൽ ആരോ ഉണ്ടായിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് പുതിയ റൂം, ആദ്യ രാത്രി. രാത്രി 10 മണിയായിരിക്കുന്നു. രാധ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. പുതിയ ജോലി, പുതിയ നഗരം, പുതിയ ജീവിതം. അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതി അയക്കണം. അച്ഛൻ്റെ മരണശേഷം അമ്മയാണ് അവളെയും അനിയനെയും വളർത്തി ഇതുവരെ എത്തിച്ചത്. ഈ വാടക വീട് വളരെ പഴയതാണ്. വാതിലുകൾ തുറക്കുമ്പോൾ പോലും ഒരു വിചിത്ര ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദം അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അന്ന് രാത്രി കൃത്യം 2 മണിക്ക് ടക് 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 അവളുടെ മുറിയുടെ വാതിൽ ആരോ കൊട്ടുന്ന ശബ്ദം. രാധ വിറച്ചെഴുന്നേറ്റു. ആരാണ്? അവൾ ഭയത്തോടെ ചോദിച്ചു. അപ്പുറത്ത് നിന്ന് ഉത്തരമൊന്നുമില്ല. അവൾ പതിയെ വാതിലിന് സമീപം നടന്നു. അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കുകയായിരുന്നു. വീണ്ടും നിർത്താതെയുള്ള ശബ്ദം, ടക് ടക് ടക്. അവൾ വാതിൽ തുറന്നു. പുറത്ത് ആരുമില്ല. പക്ഷേ തറയിൽ ഒരു പഴയ ഫോട്ടോ കിടക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയായിരുന്നു അത്. അവൾ രാധയെ പോലെ തന്നെ. അല്ല, ആ ഫോട്ടോ തൻ്റെ തന്നെയാണോ? ഒരു നിമിഷം അവൾ ചിന്തിച്ചു. ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്തത് എപ്പിസോഡ് നമ്പർ 2, സ്റ്റോറി റൂം 203. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലുമായി കാണാം. നന്ദി, നമസ്കാരം.